ഹലോ ഗൈസ്, ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഫോറിനേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലിങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ റിയലായിട്ട് ചെയ്യണം എന്നുള്ളൊരു എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് പോരല്ലോ, അതിനൊത്ത സമയവും സന്ദർഭവും വേണമല്ലോ. അങ്ങനെ ഒരു സമയവും സന്ദർഭവും ഇതുവരെ ഒത്തു വന്നില്ല. ഇന്ന് അത് ഒത്തു വന്നപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫൈനലി ഞാൻ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി. തീമിന് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, 2 days ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. പിന്നെ അവസാനം തിരഞ്ഞ് ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ നമുക്ക് ഐസ്ക്രീം പണ്ടേ ഒരു വീക്ക്നെസ് ആണല്ലോ. സോ ഐസ്ക്രീം തീം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ സ്ക്വിഷി ഉണ്ടാക്കാനാണ് തുടങ്ങിയത്. ബിക്കോസ് ഇതിലെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടും അതുപോലെ തന്നെ കുറച്ച് ചെയ്യാൻ മെനക്കേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു പാർട്ടാണ്. അപ്പോൾ പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സ്ക്വിഷി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച് അത് വരയ്ക്കുന്നു. പിന്നെ സെലോ ടേപ്പ് ഒട്ടിച്ച് അത് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ എടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ശരിക്കും കോട്ടണും അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് കോട്ടൺ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനൊരു നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ബാക്കിലുണ്ടാവുന്ന കവർ ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക്, അതിനകത്ത് ബ്രൗൺ ഷീറ്റ് വെച്ചിട്ട് വെച്ച് കൊടുത്തു. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം പെർഫെക്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മളുടെ മെയിൻ പാർട്ട്. സെക്കൻഡ് ടാസ്ക്കുള്ള പാർട്ടാണ് ഇത്. ഫ്രണ്ട് പേജ് സെറ്റാക്കാം. ഫ്രണ്ട് പേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കവർ കുറച്ച് ക്യൂട്ടും എസ്തെറ്റിക്കും ഐസ്ക്രീമിൻ്റെ ഒരു തീമും വരണം. ബട്ട് അതിൽ ഐസ്ക്രീമും എഴുതരുത്, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. സോ ഈ ഐസ്ക്രീമിൻ്റെ മേലെ ഇങ്ങനെ ഒലിച്ച് വരുന്ന ഒരു ചോക്ലേറ്റ്, അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളറാണ് എടുത്തത്, കുറച്ച് ക്യൂട്ട്നെസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ ആ കവറുടെ മേലെ ടോപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതി. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ ഐസ്ക്രീമാണ് തീം എന്നുള്ളതൊക്കെ അങ്ങനെ എഴുതി കണ്ട. പിന്നെ എനിക്കത് എഴുതണം എന്നില്ലായിരുന്നു, ആ തീം കണ്ടിട്ട് വേണം എല്ലാവരും മനസ്സിലാക്കാൻ. സോ ഞാൻ ജസ്റ്റ് ബ്ലൈൻഡ് ബാഗ് എന്ന് മാത്രം എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ തപ്പി. പക്ഷേ ഐസ്ക്രീമും റിലേറ്റ് ചെയ്ത് ഒരു സ്റ്റിക്കറും കിട്ടാത്തതുകൊണ്ട് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ്, കുറച്ച് കാണാൻ ഭംഗിയുള്ളതൊക്കെ ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പണി ഇതാണ് നമ്മുടെ ഫൈനൽ കവർ പേജ്. ഇനി അടുത്തത് പുറകിൽ നമുക്ക് യു ഗോട്ട്, എപ്പിക്, കോമൺ, റെയർ, ലെജൻഡറി അങ്ങനെ എഴുതൂലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ അതിന് ഓരോ കളറും കൂടെ അസൈൻ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ടും വളരെ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, അലമ്പാവോ കയ്യിൽ പോവോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിലും എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് ആ സ്ക്വിഷിയിൽ മാത്രമാണ്. നെക്സ്റ്റ് ടൈം ഞാൻ ഉറപ്പായും ചെയ്യുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ ഈ സ്ക്വിഷി ഇടാൻ വേണ്ടി വീണ്ടും നമുക്കൊരു കവർ ബാഗ് വേണമല്ലോ. സോ ഞാൻ വീണ്ടും ഒരു കുഞ്ഞ് പേപ്പർ എടുത്തു, അതായത് ആ നമ്മുടെ മെയിൻ കവറിനേക്കാളും കുറച്ചുകൂടെ ചെറുതെടുത്തിട്ട് അതും ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ആൻഡ് കട്ട് ചെയ്യാനുള്ള പോർഷൻ എഴുതി. ഇനി നമ്മൾ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കും വരച്ച് കൊടുത്ത് നമ്മുടെ സ്ക്വിഷി അതിനകത്ത് വെച്ച് ജസ്റ്റ് കവർ ചെയ്തു. സോ ഇതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാം കൂടെ നമുക്ക് ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഞാനത് ഷോർട്സ് ആയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ സ്ക്വിഷി ഞാൻ ആ കവറിനകത്ത് വെച്ച് അതും ക്ലോസ് ചെയ്തു. ആൻഡ് നമ്മൾ ഇനി ഒരു കുഞ്ഞ് പേജിൽ യു ഗോട്ട്, നമുക്ക് എന്താ കിട്ടിയതാണ് നമ്മൾ നേരത്തെ എഴുതിയല്ലോ, എപ്പിക്, റെയർ, കോമൺ, ലെജൻഡറി, അങ്ങനെ ഏതാ നമുക്ക് കിട്ടിയെന്ന് നോക്കണം. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എപ്പിക് പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. കുഞ്ഞ് കാർഡും കൂടെ എടുത്തി ആ കവറിൽ ഇട്ടപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. സംഭവം വളരെ സിമ്പിളാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ടഫായിട്ടാണ് ഫീൽ ചെയ്തത്. സോ ഫൈനൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്യാം. സോ ഇനി ഏതെങ്കിലും തീമിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.